ഫാമിലി ആയി ഇരുന്ന് കാണാൻ പറ്റിയൊരു പടം പറഞ്ഞു തരട്ടെ. ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഫീൽ ഗുഡ് കോമഡി അതിൽ പരിപാടിയൊന്നുമല്ല. ശരിക്കും ഇതൊരു കമ്മിങ് ഏജ് മൂവിയാണ്. വളരെ പാരമ്പര്യമായിട്ട് സാമ്പ്രദായികമായിട്ട് ട്രഡീഷണലായിട്ടൊക്കെ ജീവിക്കുന്ന ചില ഫാമിലി ആണ് നിങ്ങളുടെ എങ്കിലില്ലേ, നിങ്ങളുടെ വീട്ടുകാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഈ സിനിമ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇത് ശരിക്കും ഈ 90s early 2K ജനിച്ച് വളർന്ന ഒരുമാതിരിപ്പെട്ട ഗേൾസിൻ്റെ എല്ലാം അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടു നോക്കുക. ശരിക്കും ഇത് കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. ഈ പടത്തിന്റെ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവൊക്കെ ആയിരിക്കും, 6 or 7 ഒക്കെ ഉണ്ടാകുക. പക്ഷെ ഈ സിനിമ കൺവേ ചെയ്യുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 40% 30% ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലും ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. രമ്യ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പറഞ്ഞു വരുന്നത് ബാഡ് ഗേൾ എന്ന സിനിമയാണ്. വർഷ ഭരത്താണ് സിനിമ സംവിധാനം ചെയ്തത്. ഒരു നൈസ് ആയിട്ടുള്ള ഒരു പടം കേട്ടോ. അതായത് പുതിയൊരു തോട്ടാണ് ഈ സിനിമ തരുന്നത്. പുതിയ തോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഉണ്ടാകും. നിങ്ങളുടെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ രമ്യയുടെ ഒരു അഡോളസെൻ്റ് ഏജ്, അതുപോലെ തന്നെ കോളേജ് ടൈം, അതുപോലെ തന്നെ 32 വരെയുള്ള ഒരു പീരീഡാണ് ഈ സിനിമയിൽ പോർട്രേ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇയാളുടെ റിലേഷൻഷിപ്പ്, പലതരത്തിലുള്ള റിലേഷൻഷിപ്പ്, ഇയാളും അയാളുടെ അമ്മയുമായിട്ടുള്ള റിലേഷൻ, അതൊക്കെ കാണുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. ചില സമയത്ത് നമുക്ക് തന്നെ തോന്നിയിട്ടില്ലേ, ഈ പെൺകുട്ടികളും അവരുടെ അമ്മയുമായിട്ടുള്ള റിലേഷനിൽ ചിലപ്പോൾ തോന്നി വരുന്നത് വല്ല ശത്രുക്കളാണെന്നുള്ളത് നമുക്ക് തോന്നും. ചിലപ്പോൾ ഭയങ്കര ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സാധനം നല്ല രീതിയിൽ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അഫെയറും കാര്യങ്ങളൊക്കെ, ഈ സ്കൂൾ ടൈമിലുള്ളപ്പോൾ ഉള്ളൊരു അഫെയർ, കോളേജ് ടൈമിലുള്ള അഫെയർ, അതിന് ശേഷമുള്ള അഫെയർ, ഈ റിലേഷൻഷിപ്പിൽ കൂടിയാണ് ഈ രമ്യ പല കാര്യങ്ങളും തിരിച്ചറിയുന്നതും ഇയാളുടെ ഒരു സ്വയം ഞാൻ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുന്നൊരു ഘട്ടം ഉണ്ടല്ലോ. ഓരോ റിലേഷൻഷിപ്പിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്കും ഇയാൾ എങ്ങനെയാണ് ഇയാൾ തന്നെ തിരിച്ചറിഞ്ഞ് റിഫൈൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വരുന്ന ഒരു കറക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള കറക്ഷൻ അല്ല, പക്ഷെ ആ കഥാപാത്രങ്ങളിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ ഒരു പെർഫോമൻസ്, ഒന്ന് ഇയാളുടെ അമ്മയായിട്ട് അഭിനയിച്ച ആ കഥാപാത്രം, മറ്റൊന്ന് ഇയാളുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച സെൽവി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ആക്ട്രസിന്റെ പേര് അത് പറയേണ്ട ഒരു പേര് തന്നെയാണ്, ശരണ്യ രവിചന്ദ്രൻ. നൈസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ഗേൾസിനെല്ലാം ഇങ്ങനെയുള്ള ചില ഫ്രണ്ട്സ് കൂടി ഉണ്ടാകും. സോ വളരെ അടിപൊളിയായിട്ടൊരു കഥാപാത്രമായിരുന്നു. നല്ല നൈസായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കില്ലേ, ഇതിനു മുമ്പ് വന്നിട്ടുള്ള ചില സിനിമകളുണ്ട്, അതായത് ഇതേ പ്ലോട്ട് തന്നെ ഒരു ബോയ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിട്ടുള്ള ചില സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ ആ സിനിമയിൽ അവർക്ക് എന്താണോ പറയാൻ വിട്ടുപോയത് അത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ വളരെ ഒരു ആൻസർ നമുക്ക് കിട്ടും. നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ളത് ഒരു മെയിൽ വെർഷൻ ആണല്ലോ, അതിന്റെ ഫീമെയിൽ വെർഷൻ നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടും. വളരെ നൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സിനിമയിൽ വന്നു പോയിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അധികവും പുതിയ ആൾക്കാർ തന്നെയാണ്, പക്ഷെ അവരെല്ലാം നല്ല പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ടീസർ വന്നപ്പോൾ തന്നെ ഭയങ്കര വിവാദമായിരുന്നു. ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്യുന്നു, നമ്മുടെ പാരമ്പര്യം, അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഈ പടം സെൻസർ ചെയ്ത് 20% ഈ പടത്തിന്റെ കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ എന്നിട്ടും ഈ പടത്തിന്റെ കോർ ഉണ്ടല്ലോ, സോൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനൊന്നും സംഭവിച്ചിട്ടില്ല. സിനിമ കണ്ടു കഴിഞ്ഞാലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. വെട്രിമാരനും അനുരാഗ് കശ്യപുമാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ നൈസായിട്ടുള്ള ഒരു പടമാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് ഈ പടത്തിന്റെ മ്യൂസിക്കാണ്. ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു മ്യൂസിക് ഉണ്ടല്ലോ, അതല്ല ഈ പടത്തിലുള്ളത്. വേറൊരു സാധനം അവർ തന്നിട്ടുണ്ട്, അതും നന്നായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലെ സെൻട്രൽ ക്യാരക്ടറിനെ രമ്യയെ അവതരിപ്പിച്ചിട്ടുള്ളത് അഞ്ജലി ശിവരാമനാണ്. നല്ല പെർഫോമർ ആയിരുന്നു കേട്ടോ, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു മിഡിൽ ക്ലാസ്സിന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. മിഡിൽ ക്ലാസ് വെച്ചാൽ എക്കണോമിക്കലി മിഡിൽ ക്ലാസ് അല്ല, നമ്മുടെ സോഷ്യൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ സൈക്കോളജി, അതുപോലെ ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ, അതൊക്കെ ഈ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ബട്ട് ആ ക്യാരക്ടറിന്റെ ഈ വളർച്ച അല്ലെങ്കിൽ അവരുടെ കാലഘട്ടം, അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നന്നായി ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞി പടമാണ്. പറ്റുമെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണിച്ചു കൊടുക്കുക, അത് ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. പിന്നെ ഈ പടത്തിൽ അഡൾട്ട് സീനോ കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ചില സീനുകളൊക്കെ ഉണ്ട്, പക്ഷെ അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സോ നിങ്ങളും കൂടി കണ്ടു നോക്കുക. നല്ലൊരു പടം കണ്ടു, ബാഡ് ഗേൾ. ആക്ച്വലി ബാഡ് ഗേൾ ഒരു ഗുഡ് മൂവിയാണ്, കണ്ടു നോക്കുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.